ഹലോ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇത് മിയയാണ് നിങ്ങൾ കാണുന്നത്. മിയ മലയാളി മമ്മി ഇൻ കാനഡ എന്ന യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിസംബർ 1 ഞാൻ എടുത്ത കുറച്ച് ഷോർട്സാണ് കേട്ടോ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒക്കെ ആ ഒരു സ്പിരിറ്റ് വരുന്ന മാസമാണല്ലോ ഡിസംബർ മാസം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞ സമയം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കുക്കിംഗ്, ഞാൻ മേടിച്ചൊരു പുതിയ ഗാഡ്ജറ്റ്, പിന്നെന്താ കുറച്ച് ഡെക്കറേഷൻസ്, അതൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു, വീട്ടിൽ സെർവൻറ്റ് ഉണ്ടോ പണിയൊക്കെ എടുക്കാൻ? ഇല്ല, എല്ലാം സെൽഫ് ഹെൽപ്പാണ്. അതുകൊണ്ട് തന്നെ സമയവും പണിയും ലാഭിക്കുന്ന കിച്ചൺ ഗാഡ്ജറ്റ്സിൽ അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര മടിയുള്ള കൂട്ടത്തിലല്ല ഞാൻ. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി പേർക്ക് അറിയാനുള്ള സാധനമായിരിക്കും എയർ ഫ്രയർ. എനിക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനീ പറഞ്ഞ ഗാഡ്ജറ്റ്സൊക്കെ മേടിക്കുന്നു പറഞ്ഞാലും നല്ലപോലെ ഇങ്ങനെ വേണോ വേണ്ടെന്ന് കുറേ ആലോചിച്ചിട്ട് മേടിക്കുള്ളൂ കേട്ടോ. യൂഷ്വലി നമ്മൾ ബേക്ക് ചെയ്യുക, നമ്മുടെ അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യും. അതുകൊണ്ട് ഇതിങ്ങനെ വേണോ എന്നുള്ള ഭയങ്കര എപ്പോഴും ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ കുറച്ച് സാധനങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തൊക്കെ എടുക്കാനായിട്ട് ഈ എയർ ഫ്രയർ നല്ലതെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ കാലമായിട്ട് എന്നെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ സുമേഷ് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ എല്ലാം മിക്കവാറും ഫിഷൊക്കെ എയർ ഫ്രയറിൽ വെച്ച് എപ്പോഴും എയർ ഫ്രയർ നല്ലതാണെന്ന് അതിൻ്റെ ഒരു ഇങ്ങനെ ഗുണങ്ങൾ പറഞ്ഞ് എന്നാൽ ഈ വർഷം ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഇവിടെ നവംബറിൽ അവസാനത്തെ വെള്ളിയാഴ്ച അന്ന് എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങൾക്കും വിലക്കുറവാണെന്നാണ് വെയ്പ്പ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഡീലിൽ കിട്ടിയൊന്നുമല്ല കേട്ടോ. ഞാൻ ആമസോണിൽ കണ്ടതിലൊരു ചീപ്പായിട്ടുള്ളത് എന്നാൽ അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉള്ള ഒരെണ്ണം നോക്കിയിട്ട് മേടിച്ചാണ് എയർ ഫ്രയർ. അപ്പം അതിൻ്റെ ഇനാഗ്രേഷനാണിത്. ഇതിൽ നമുക്ക് ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്യാം. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സിനും എത്ര ടെമ്പറേച്ചർ വേണമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഒരു കൺസിസ്റ്റൻസിയും ഫുഡിൻ്റെ ടെക്സ്ചർ എത്ര ക്രിസ്പി ആവണം എന്നൊക്കെ മനസ്സിലാകും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്നാൽ ഇതിലൊരു ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രേ. ഇതിനിങ്ങനെ ഒരു മെഷി ആയിട്ടുള്ളൊരു ട്രേ ഉണ്ട്. അതിൽ നമ്മളെല്ലാ സാധനങ്ങളും വെക്കുക. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നെയ്യൊക്കെ ഉണ്ടെങ്കിൽ, ഫാറ്റായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആ മെഷി ട്രേയുടെ അടിയിലത്തെ ട്രേയിൽ അത് സ്റ്റോർ ആയിക്കോളും. അപ്പം നമുക്ക് കഴുകുമ്പം ഇതൊരു നോൺ സ്റ്റിക്ക് ടൈപ്പാന്ന് തോന്നുന്നു കേട്ടോ ആ പാത്രം. എന്തായാലും ഇത് 400 ഡിഗ്രി ഫാരൻഹീറ്റിലൊക്കെ സുഖമായിട്ട് ചൂടാക്കി സാധനങ്ങൾ വെക്കുന്നതാണ്. അതങ്ങനെ പറഞ്ഞു പോകണ ടൈപ്പ് ഒരു മെറ്റീരിയൽ അല്ല. അപ്പോൾ ഞാൻ ഫിഷ് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷാണ്. അത് ഞാൻ 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് വെച്ചാൽ മതി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 10 മിനിറ്റ് ആയപ്പോൾ വെന്തു. പക്ഷേ ക്രിസ്പി ആകാൻ ഞാൻ ഒരു 7 മിനിറ്റും കൂടെ വെച്ചിട്ടോ. അപ്പം ഒരു 17 മിനിറ്റ് അതിൽ വെച്ച് കഴിഞ്ഞാൽ ടൈമർ വെച്ചാൽ 17 മിനിറ്റ് ആകുമ്പോൾ അത് ഓഫ് ആവും. അപ്പോൾ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും പുതിയ കിച്ചൺ ഗാഡ്ജറ്റ്. അപ്പോൾ ഈ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഒരു ഈവനിങ് ആണ് കാണിക്കുന്നത്. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മണിക്കൂട്ടനാണെങ്കിൽ തായ്ക്കൊണ്ടോ ഇപ്പം വീണ്ടും ഓൺലൈനാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടെ കുറേ കോവിഡ് സിറ്റുവേഷൻസൊക്കെ മാറിയേക്കുന്നതുകൊണ്ട് അവൻ ഓൺലൈനിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ അവൻ ആ തായ്ക്കൊണ്ടോ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. ഡിസംബർ 1 തന്നെ എന്നാൽ വെച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു ചിക്കൻ എല്ലാവർക്കും ഫ്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിങ്ങനെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് എന്ന് പറഞ്ഞത് തന്നെയല്ലേ, അതിൻ്റെ കാലിൻ്റെ അറ്റത്തെ പീസ്, അത് വെച്ചിട്ട് ഞാൻ ടിക്ക മസാലയാണ് കേട്ടോ. ടിക്ക മസാലയും കുറച്ച് നാരങ്ങയും നീരും ഉപ്പും കൂടി ഇട്ട് തിരുമ്മി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് എണ്ണ സ്പ്രേ ചെയ്യുക. ഇത് പാം എന്നൊക്കെ എഴുതിയാൽ ഇത് പാം ഓയിലല്ല, ഇത് ബട്ടർ ഓയിലാണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്യും. ശരിക്കും ഈ ഒരു സ്പ്രേയർ ഈ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് കുറേ കാലമായി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓവനിൽ വെച്ച സമയത്ത് നമ്മുടെ അയച്ചു എന്താ ചെയ്യണമെന്ന് നോക്കാം. Time to spin the wheel for the next round's category. Here we go. Yeah, touch A. Geology. Lake Tanganyika is the longest freshwater lake in the world and the second deepest. Can you find it? Can you find it? പാറുവിനും ഇമാനുവിനുമാണ് കളിക്കാൻ കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഐസക്ക് അത് കൈയടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ചോദിക്കേണ്ടത് എന്തുതരം ടോയ്സാണ് കുട്ടികൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഞാനിത് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ്. അപ്പം നമ്മുടെ ലിവിങ് റൂമിൽ റൈറ്റ് സൈഡിലൊരു ഇങ്ങനെ ഹൈറ്റ് പൊക്കവും കൂട്ടും ചെയ്യുന്നൊരു ടേബിൾ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, ഒരു വൈറ്റ് ടേബിൾ. അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെയാണ് ക്രിസ്മസ് ട്രീ വെക്കുന്നത്. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓൾറെഡി ലൈറ്റിംഗ് ഒക്കെ അതിൽ തന്നെ ഉള്ള ട്രീയാണ്. ഈ നമ്മൾ കഴിഞ്ഞ വർഷം മറ്റു മേടിച്ചാണ്. മുമ്പത്തെ ട്രീ നമ്മൾ കുറുമ്പായിരുന്ന സമയത്ത് ട്രീ വെച്ചില്ല.
കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഇത് ക്രിസ്മസിൻ്റെ കഴിഞ്ഞപ്പം നമ്മൾ ഓഫ് സീസൺ ആകുമ്പം എല്ലാത്തിനും കുറച്ച് വില കുറയുമല്ലോ. ആ സമയത്ത് നമ്മൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ 2-3 വർഷമായിട്ട് നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഓൾറെഡി ലൈറ്റ് എല്ലാം സെറ്റായിട്ട് അതിൽ കുത്തി കഴിഞ്ഞാൽ ലൈറ്റ് ഓൾറെഡി അതിൽ സെറ്റാണ്. ഇനി കുറേ ഓർണമെൻറ്റ്സ് തൂക്കണം. അപ്പം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. ഐസക്കും പിള്ളേരും എല്ലാം അതിൻ്റെ കൂടെ കൂടിയിട്ടോ. അപ്പം ഓർണമെൻറ്റ്സ് പറഞ്ഞ പോലെ എല്ലാ വർഷവും നമ്മൾ ട്രീ നിറയെ ഓർണമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ സീസണിൽ കുറേ എണ്ണം ഐസക്ക് ചവിട്ടി പൊട്ടിക്കുക, എറിഞ്ഞ് പൊട്ടിക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഓഫ് സീസണിൽ, അതായത് നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞ സമയത്ത് ഈ സാധനങ്ങൾക്കൊക്കെ ഹാഫ് പ്രൈസ് ആവും. നല്ല ഈ ഭംഗിയുള്ള ഡെക്കറേഷൻ ഐറ്റംസിനൊക്കെ ഞാൻ അപ്പോഴാണ് മേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ വർഷം ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വർഷം ക്രിസ്മസിന് ഉള്ള തീമിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത് റെഡും നമ്മുടെ ടിപ്പിക്കൽ ക്രിസ്മസ് കളേഴ്സ്, റെഡും ഗ്രീനും ഗോൾഡൻ കളറും സിൽവർ കളറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീമാണ്. ചില സമയത്ത് റെഡ് മാത്രമായിട്ട് വെക്കാറുണ്ട്. ചില വർഷങ്ങളിൽ ബ്ലൂവും സിൽവറും കൂട്ടിയ ട്രീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ടിപ്പിക്കലായിട്ടുള്ള കളറില്ല, റെഡും ഗ്രീനും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ലിവിങ് റൂം മാത്രമാണ് മെയിൻലി ഡെക്കറേറ്റ് ചെയ്യുക. ഒരു ട്രീ വയ്ക്കും. പിന്നെ ശരിക്കും ഈ ഫയർ പ്ലേസിൻ്റെ മേളിൽ ഗർലാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൂമാല പോലെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് എല്ലാ വർഷവും ആഗ്രഹിക്കും. പക്ഷേ ഐസക്കിൻ്റെ ഓരോ വർഷത്തെയും കുറുമ്പ് ഓർക്കുമ്പോൾ അത് മിക്കവാറും സ്കിപ്പ് ചെയ്ത് പോവാൻ പതിവ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് ആ ഒരു ബാക്ക് യാർഡിലോട്ട് ഇറങ്ങുന്ന ആ ഒരു ഡോറ് അതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മേളിൽ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. പൊതുവേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും എല്ലാ വീടുകളിലും ഭയങ്കര ഡെക്കറേഷൻസ് ആയിരിക്കും. സിറ്റി തന്നെ പാർക്കുകളും അങ്ങനെ ലൈറ്റ് ഷോസ് അങ്ങനത്തെ പല പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ എങ്ങനെയാണെന്നുള്ളത് വലിയ നിശ്ചയമില്ല. ഇവിടെ ഇങ്ങനെ ചില ഹൗസസ് ഉണ്ട്, ഒത്തിരി 100 years മോർ ദാൻ 200 years ഒക്കെ ഓൾഡ് ഹൗസസൊക്കെ ഭയങ്കര ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണ കാണാം. ഈ വർഷം പക്ഷെ അതൊന്നും കാണാൻ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡോറിൻ്റെ മുകളിൽ ഞാനിങ്ങനെ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്തിട്ട് 3 സ്റ്റോക്കിങ് തൂക്കിയിട്ടുണ്ട്. ഇവിടെ പാർക്കുട്ടിക്ക് ഭയങ്കര ബിലീഫാണ് കേട്ടോ. ക്രിസ്മസ് പാപ്പ വരും, സാന്താക്ലോസ് വരും, ഗിഫ്റ്റ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഈ ട്രീയുടെ അടിയിൽ ട്രീ സ്കേർട്ട് എന്ന് പറയും, ട്രീയുടെ ആ ഒരു കാല് കാണാൻ വേണ്ടി ഒരു സ്കേർട്ടൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഗിഫ്റ്റൊക്കെ വെക്കാനായിട്ടൊരു സ്പേസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇതുണ്ട്, ഈ തൂക്കിയിട്ടേക്കുന്ന ഒരു ഓർണമെൻറ്റ് ഐസക്കിന് കഴിഞ്ഞ വർഷം അവൻ്റെ സ്കൂളിൽ നിന്ന് കൊടുത്തു വിട്ടത്. അപ്പോൾ അത് വയ്ക്കാറുണ്ട്. പിന്നെ ഒരു പുൽക്കൂട് പോലൊരു സെറ്റിംഗ് ഉണ്ടാക്കാൻ ഐസ് കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷത്തൊക്കെ ഉള്ള ഈ ഈശോ മാതാവ് ഇവരൊക്കെ ഉണ്ടല്ലോ, ഔസേപ്പിത, ഇതൊക്കെ പവർ റേഞ്ചറാണെന്ന് പറഞ്ഞിട്ട് പിള്ളേരെടുത്തുകൊണ്ട് നടന്ന് കളിക്കുകയായിരുന്നു. ഭയങ്കര അതൊന്ന് കണ്ണ് തെറ്റുമ്പോൾ എടുത്തിട്ട് പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളിതെല്ലാം കൂടെ ഉള്ള ഒരു രൂപം ഒരു ഇതിൽ മേടിച്ചിട്ട് മേളിലൊരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചു, ചെറിയൊരു പുൽക്കൂട് പോലെ. പിന്നെ ഞാൻ ഇങ്ങനെ 1-2 ഡെക്കറേഷൻസൊക്കെ അടുക്കളയിൽ ആഡ് ചെയ്യുന്നുണ്ട്. മുഴുവനായി കഴിയുമ്പോൾ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പുറത്ത് സിറ്റ് ഔട്ടിൽ ഇതൊരു കുഞ്ഞ് ട്രീയുടെ ഒരു സെറ്റിങ്, ഒരു ഫ്ലോറൽ അറേഞ്ച്മെൻറ്റ് പോലത്തത് ഇത് ഞാൻ കോസ്കോന്ന് മേടിച്ചോന്ന് തോന്നുന്നു. അതും പിന്നെ ഒരു റീത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തൽക്കാലം നമ്മുടെ ഒരു ഡെക്കറേഷൻ ഐറ്റംസ്. അപ്പോൾ കൂടുതൽ ക്രിസ്മസ് അടുക്കും തോറും കൂടുതൽ കാര്യങ്ങളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി മന്ത് ആയിരിക്കട്ടെ ഡിസംബറിന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണ്, വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ബൈ, ടേക്ക് കെയർ.